മനുഷ്യ നിങ്ങളോട് 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കുന്ത്രോണ്ട് ഇവിടെ നിങ്ങളുടെ ഊതല്ലേന്ന്. അയ്യോ ഇങ്ങനെയോട് ഈ മുടിഞ്ഞ കൂത്ത് കാരണം ഇതൊരു ആകാമത്തെ വീടാ ഞാൻ ഈ മാസം ഈ മാറുന്നത്. ഇവിടുന്നും കൂടെ ഉള്ള നാട്ടുകാരെ അന്തൊക്കെ വിളിക്കാനും തല്ലി ഓടിക്കാനും. നീ എന്നെ എന്ത് വേണേലും പറഞ്ഞു, പക്ഷെ എന്റെ ഊത്തിനെ പറഞ്ഞുണ്ടല്ലോ, ഇത് തലമുറ കൈമാറി കിട്ടിയ ഊത്താ. ഞങ്ങളെ പാരമ്പര്യ ഊത്തുകാരാ. അയ്യോ അത് ഇതിന്ന് വരുന്ന ഒച്ച കേട്ടപ്പോ മനസ്സിലായി എന്തോ വൃത്തികെട്ട ഒച്ചയാ മനുഷ്യ ഇതിനകത്തുനിന്ന് വരുന്നേ. നീ അത് പറയരുത്, എന്റെ അച്ഛനത് വായിക്കുന്ന കേട്ടേ ഈ നാട് മുഴുവൻ കോരിത്തെറിച്ച് നിന്നിട്ടുണ്ട്. ഇതിന്ന് വരുന്ന ഒച്ചയല്ലയോ? തരിക്കും. അത് അന്ന് നിങ്ങളുടെ അച്ഛൻ ഈ സാധനം ഊതാനും അറിയാം, അന്ന് ഈ സാധനം കൊള്ളാം. ഓ നിങ്ങൾക്ക് ഇത് ഊതാനും അറിയത്തില്ല, നിങ്ങളുടെ ഊത്തും കൊള്ളത്തില്ല. ഇനി നിങ്ങൾക്ക് ഈ പണ്ടാരെ ഊതിയാ തീരുവെന്ന് വലിയ നിർബന്ധമാണെങ്കിൽ ആളൊഴിഞ്ഞ് അമ്പലപ്പറമ്പിലെങ്ങാനും പോയിരുന്നു ഊതി തെളിഞ്ഞോണം. അവിടെ കേട്ടല്ലേ? എടാ ഊതാ, ഇത് എന്തൊരു ശബ്ദമാടാ, വൃത്തിയറ്റ ശബ്ദം. അതിലൊക്കെ ആർക്ക് കിടന്ന് ഉറങ്ങണ്ടേ? ഇങ്ങനെ ഒരു സാധനം. എടി പെണ്ണെ, ഇവനെ എങ്ങനെ സഹിക്കുന്നു? എടാ ഉദയ, ഇനി നീ ഇത് ആവർത്തിച്ചാൽ നിന്റെ അസ്തമയമായിരിക്കും. എടി എന്നാലേ ഞാൻ ഈ ഊത്തും കൊണ്ട് അമ്പലപ്പറമ്പിലോട്ട് പോട്ടെ, കഴിക്കാൻ വല്ലോണ്ടൂടി. ദാണ്ടെ ഈ കിടക്കൊന്ന് വീടിക്കുറ്റിന്ന് 3-4 പൊട്ടിച്ച് വായിക്കാത്തിട്ട് പോകുന്ന വഴി ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് പോ മനുഷ്യ.
ഞാൻ യക്ഷിയാടാ, യക്ഷി. യക്ഷിയോ? എടാ ഞാൻ നിന്നെ ഒന്നും ഊത്തിരിക്കത്തില്ലടാ. എന്തോന്ന് ഊതരയ്ക്കത്തില്ലേ? ഞാൻ നിന്നെ ഊത്തിരിക്കത്തില്ലെന്ന്. ഊത്ത് ദേവിക്കല്ലേ? ഞാനല്ലോ പോവാനല്ലേ? എടാ അതല്ലെന്ന്, ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ലെന്ന്. ആ എടാ നീ അതും ഇതും പറഞ്ഞോണ്ട് നിക്കാതെ എന്നെ ആവാഹിച്ച് ഈ മരത്തിനകത്ത് ഒരു ആണി അടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഊരി നീ എന്നെ ഒന്ന് രക്ഷിക്കടാ ചെറുക്ക. ആ പന്ന റാസ്കൽ അവന്റെ ഊത്തുകാരനെ എനിക്ക് ഇതിനകത്ത് മനസമാധാനം ഇല്ലടാ. നീ എന്നെ ഒന്ന് രക്ഷിക്ക്. റാസ്കലോ? യക്ഷി ഇംഗ്ലീഷൊക്കെ പറയൂ? പിന്നെ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പോയത് എന്റെ വായിക്കകത്ത് ബനാന കുത്തിക്കയറ്റി വെച്ചേക്കുന്നോ? ഓ ഈ കണ്ട വായിക്കരിക്ക് വെട്ടിക്കീറാൻ വേണ്ടിട്ട് 6-7 ദിവസം കൊണ്ട് ഞാൻ കിടന്ന് കഷ്ടപ്പെടുവാ. നിനക്കറിയാവോ, ഇന്നലെ കുടിച്ച ചോര പോലും എന്റെ ചെവി കൂടെ പൊട്ടി വലിച്ചു പോയി. ഇവന്റെ ഊത്ത് കേട്ടാ ഞാൻ ഇനി ചത്തുപോവും. ഞാൻ ചത്തക്ഷി വീണ്ടും ചാവോ? ഓ ഇവന്റെ ഊത്ത് കേട്ടാ ചത്തതല്ല, കാലം പോലും ചത്തുപോവും. എടാ ചെറുക്കാൻ നിന്റെ പേരെന്തുവാടാ? അവനെന്നാ? അവലാണെങ്കിലും മലരാണെങ്കിലും നിനക്ക് മട്ടൻ ബിരിയാണി വേണമെങ്കിലും ഞാൻ മേടിച്ചു തരാം. നീ ഇത് ആണി ഒന്ന് ഊരി വിടാ. ഈ ആണി ഊരിയ എനിക്കെന്താ പ്രയോജനം? നീ പ്രേമിക്കുന്ന പെണ്ണിനെ സ്വന്തമാക്കാൻ ഞാനും കൂടെ സഹായിക്കാടാ. അതെങ്ങനെ എനിക്കറിയാം? നീ സ്നേഹിക്കുന്ന പെണ്ണിന്റെ പേര് മോളമ്മേ നല്ലിയോടാ. എന്നെ പിന്നെ വായ്മളം നിൽക്കാതെ ആണേ വരടാ. എന്താ ഇവിടെ? ഞാൻ യക്ഷിയാടാ. ആ കണ്ടപ്പോഴേ തോന്നി യക്ഷിയാണ്. കാതില് കമ്മലില്ല, കഴുത്തി മാലയില്ല, കൈ വള പോലും ഇല്ല. എടാ എടാ നീ ആണി ഊരി വിട്ടില്ലേ? ആ യക്ഷിയാ ഞാനെന്ന്. എടാ പൊന്നുമോനെ, എടാ നീ എന്നെ രക്ഷിച്ചില്ലടാ. എന്റെ ചക്രമോനെ എന്താ വേണം? മുട്ടായി മേടിച്ചേർത്തെ, അല്ലെങ്കിൽ വേണ്ട കപ്പലിന്റെ മേടിച്ചേരാ. അയ്യോ ഞാൻ എന്തോ അവന് മേടിച്ചെടുക്കും, അല്ലെങ്കിൽ പൊറോട്ടയും ചിക്കനും മേടിച്ചേർത്തെ. നീ വാ, നിനക്ക് എന്തോ മേടിച്ചേരണം ഞാൻ പറ. എനിക്കൊന്നും വേണ്ട, എനിക്ക് എന്റെ മോളമ്മയെ സ്വന്തമാക്കി. നിനക്ക് മോളമ്മയെ സ്വന്തമാക്കിയാ മതിയോ? ഞാൻ ഏറ്റ്. അതൊക്കെ എങ്ങനെ നടക്കാനാ? അവരൊക്കെ വലിയ കോടീശ്വരൻ, ഞാനാണെ വെറും പാവപ്പെട്ട. എനിക്ക് അവരെ കെട്ടിച്ചു തരൂ? എടാ അതിനൊരു ഐഡിയ ഉണ്ട്. ആ കോടീശ്വരന്റെ മോളുടെ ദേഹത്തോട്ട് ഞാൻ അങ്ങ് കേറും. അപ്പൊ അവൾക്ക് ബാധ ഉണ്ടെന്നും പറഞ്ഞോണ്ട് എവിടുന്നൊക്കെ മന്ത്രവാദികളെ കൊണ്ടുവന്നാലും ഞാൻ ഇറങ്ങി പോകത്തില്ല. അവസാനം നീ വന്ന് ഒരു വെറ്റില കീറുമ്പം എവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ ഇറങ്ങിപ്പോവും. എടാ മണ്ടൂസേ, ഈ ബാധ കയറി ഏതെങ്കിലും പെണ്ണിനെ ആരെങ്കിലും കെട്ടുപോടാ, പിന്നെ അവള് നിനക്ക് സ്വന്തം. സത്യം? സത്യം. എന്താണ് നീ സ്വപ്നം കാണുന്നത്? ഇതൊക്കെ നടക്കൂ? നടക്കും. എടാ നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. ഇവിടുന്ന്
പീപ്പി ഊതുന്നവനുണ്ടല്ലോ, ആ എരണം കെട്ടവനെ എവിടെ വെച്ച് കണ്ടാലും അവന്റെ പീപ്പി ചവിട്ടി കൂട്ടി കളയണം. ഇനി ഒരു രക്ഷയ്ക്കും ഇങ്ങനെ ഒരു ഗതികേട് വരരുത്. എങ്കിൽ ചേച്ചി പോട്ടെ. ഞാൻ മോളെ എന്റെ ചോര കുടിക്കില്ലേ? വെള്ളം ദാ കിളവി. ഇരിക്കുന്നു മോളെ വെള്ളം. പുള്ളിക്കാരൻ്റെ പല്ലു തന്നെയാണ്. ആരാ മനസ്സിലായില്ല? നിങ്ങളത് പെണ്ണ് കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. ഓ ഓ, നല്ല സമയം. സമയത്തിനെന്താ കുഴപ്പം? മോളെ ഓളയിൽ പഠിക്കുക. അതാ അകത്ത് ഈ നാഗവല്ലി ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് മത്സരത്തിന് വേണ്ടി പഠിക്കുക. എന്റെ മോനും കലാകാരന, നീ കണ്ടപ്പോഴേ കാര്യം. அயோக்கிய நாயே, உனக்கு எவ்வளவு தைரியம் இருந்தால் இப்போ என் கண் முன்னாடி வந்து நிப்பேன். நேக்கு துர்காஷ்டமி, உன்னை கொன்னு ஊரத்தத்தை குடிச்சு ஓங்காரம் தளர்ந்து விடுவேன். എന്ത് പറ്റി? അച്ഛനെ കണ്ടപ്പോഴേ നാഗവലിക്ക് ശങ്കരൻ നമ്പിയായിട്ട് തോന്നി. പൂച്ചടിക്ക് തലക്കടിച്ചതാ. പോയിട്ട് പിന്നെ വരാ. ചേപ്പാടം വന്നല്ലോ. ചാപ്പാട് ഉണ്ടെങ്കിലേ നിങ്ങൾ കൊണ്ടുപോയി കഴിക്കും. എനിക്ക് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചുറ്റാര് പറപ്പിക്കുന്ന മന്ത്രവാദിയാ വന്നിരിക്കുന്നു. അതിനിപ്പോ ആരെങ്കിലും ഇവിടെ കോഴി ചുട്ടു വെച്ചോളൂ. അതല്ലെന്നേ, പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ അച്ചട്ടാ. അച്ചപ്പാലും അറിവുറക്കാരും പെട്ടെന്ന് ഒഴിപ്പിക്കാൻ പറയണോ? നമസ്കാരം. എന്റെ മോളെ അകത്തുണ്ട്. എന്നെ കണ്ടു കഴിഞ്ഞാലേ അവളങ്ങ് വയലന്റ് ആവുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ബാധയൊന്ന് ഒഴിപ്പിച്ച് കിട്ടണം. പെട്ടെന്ന് ഒഴിപ്പിക്കാനേ വാടകയ്ക്ക് താമസിക്കുന്ന ആളിനെ ഒഴിപ്പിക്കാൻ വന്നതല്ല, ഞാൻ വാത ഒഴിപ്പിക്കാൻ വന്നതാ. എവിടെ ആള്? മോളമ്മ അകത്തുണ്ട്. ആ, ഈ വാത അങ്ങോട്ട് മാറുക, ഞാൻ അകത്ത വാതയൊന്ന് കാണട്ടെ. അമ്മ, ഒഴിഞ്ഞു പോന്നോ അതോ ഒഴിഞ്ഞു പോവില്ല. എന്താന്ന് വെച്ചാ ചെയ്യേ. എന്താന്ന് വെച്ചാ ചെയ്യാനാ? എന്നെ കളിയാക്കണം. മോളെ അമ്മയും കണ്ട എനിക്ക് തിരിച്ചറിയില്ലത്. എനിക്ക് മോള് അമ്മ അമ്മ മോളമ്മ ആരാ? മോള് അമ്മ മോള് കാര്യം നിങ്ങൾ എന്നെ തല്ലല്ലേ? ഞാൻ അവിടെ അമ്മയാ. ഇവിടെ പേരാ മോളമ്മാന്ന്. അപ്പൊ വേറെ മന്ത്രവാദികളൊക്കെ വന്നിട്ട് പോയില്ലേ? ഓ, കേരളത്തിലെ അവസാനത്തെ കണ്ണിയാ നിങ്ങള്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ പറ്റിച്ചോണ്ട് പോയോ? പോയില്ല. പിന്നെ ഇവിടെ ഉണ്ട്. എവിടെ? ഇവിടെ
ഇച്ചിരി കൂടിയേനോ. അറ്റ കൈക്ക് ഞാനൊരു പ്രയോജനവും ചെയ്യാൻ പോകും. ഞാനൊരറ്റ കൈ പ്രയോഗം ചെയ്യാൻ പോവാ, അല്ലാതെ വേറൊരു മാർഗവും. അയ്യോ എന്റെ കവിടി, എന്റെ ദൈവമേ, എന്റെ കാല് പോയി. എന്താ ആരാ? കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഞാനൊന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്തെങ്കിലും വിരോധം? ഓ ആവട്ടെ ആവട്ടെ, ചെല്ല് ചെല്ല് ചെല്ല്. അയ്യോ, അവസാനം നീ വന്ന് ഒരു വെറ്റില കീറുമ്പം അവരുടെ എല്ലാതെ മുന്നിൽ വെച്ച് ഞാൻ ഇറങ്ങിപ്പോവും. ഒരു വെറ്റ തരൂ. ഏ ഒരു വെറ്റ എടുക്കാൻ കാണും. മുറുക്കാൻ ചവയ്ക്കാൻ വന്നല്ലേ, ഇത് മുറുക്കാൻ കടയല്ല, പുറത്തുള്ള കടയിലെങ്ങാനും പോയി നോക്കി. മുറുക്കാനല്ല, ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ 10-100 പേര് നോക്കിയിട്ട് നടക്കാത്ത കാര്യമാ ഇയാള് നടത്താൻ പോകും. അയ്യോ, മോളെ 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 എന്നാ പിന്നെ സാറേ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. സാറേ എന്നാ അമ്മാവനും കൂടിയടാ. തനി വന്നേ. താൻ എന്തോ പറഞ്ഞേ? അമ്മാവനെന്തോ? പ്രേതബാധ കൂടി പെണ്ണിനെ ആരെങ്കിലും കിട്ടാണ്ട് കല്യാണ സാരിയും സ്വർണ്ണമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവളെ ഞാൻ വരുന്ന വഴിക്ക് ബ്യൂട്ടി പാർലറിൽ കയറിയായിരുന്നു. ആരാ നിങ്ങൾക്ക്? ആരാണ്? എന്താ വീട്ടിൽ വന്ന് കയറി ഉണ്ടായിട്ടാണ് ഇപ്പൊ? വന്ന കാര്യം പറഞ്ഞാട്ടെ. എന്താ കാര്യം എന്താ അദ്ദേഹം പറയും. മനസ്സിലായോ? ഹരി ഉണ്ടോ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുമുണ്ട്, കഴിച്ചിട്ടുമുണ്ട്. എന്തോ അരിയുണ്ട? അരിയുണ്ടല്ല, ഹരി ഉണ്ടോ? ആ അരിയുണ്ട, കേറുവാ. ആ അരിയുണ്ട, ഇരിക്കൂ.
അരിയുണ്ട അല്ല, അരി ഗുണ്ട. ഉണ്ട ഏതോ ആയിക്കോട്ടെ, നിങ്ങൾ വന്ന കാര്യം പറ. എന്താ കാര്യം? എന്താ കാര്യം പറ. നീ ഒഴിപ്പിച്ചു വിട്ട ബാധയുണ്ടല്ലോ, അതിപ്പോ എന്റെ മകളുടെ പുറത്താണ് എറിയിരിക്കുന്നത്. അത് നീ ഒന്ന് ഒഴിപ്പിച്ചു തരണം. എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്ക് സമയമില്ല. അടുത്ത ആഴ്ച ഞങ്ങളുടെ കല്യാണമാണ്. ഇല്ലേ അമ്മ? അടുത്ത ആഴ്ച എന്റെ മോളെയും മോന്റെയും കല്യാണമാണ്. അല്ല, അതുകൊണ്ട് കാര്യത്തിന് മേലെ ചലയുണ്ടെങ്കിലേടാ കല്യാണം കഴിക്കാൻ പറ്റും. വാങ്ങ ഒഴിപ്പിച്ചോ. മോനെ എന്നൊന്ന് ഒഴിപ്പിച്ചു വിടാ. എന്റെ മോളെ ആ ബാധ ഒഴിപ്പിച്ചില്ലൂടാ. അതേപോലെ നീ ഒഴിപ്പിച്ചൊന്നു കൂടെ ആ വെറ്റല എടുത്ത് രണ്ടായിട്ടൊന്ന് കീറിയില്ല. ആ ബാധ ഒഴിപ്പിച്ചു വിടാ മോനെ. വെറ്റയുടെ കഥ എനിക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. എന്താ പറഞ്ഞ? ഒന്നുമില്ല. വെറ്റ ഞാൻ ശ്രമിച്ചു നോക്കാം. വാടാ അങ്ങോട്ട്. എനിക്ക് വേണ്ടി ഒരു തവണയും കൂടെ ഒഴിഞ്ഞു പോകണം. ചെറുക്കാ, നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ച്. അതുകൊണ്ട് നിനക്ക് പെണ്ണായി, പണമായി, പൊന്നായി. പക്ഷെ എനിക്ക് മരിച്ച ശരീരം വേണം. അവിടെ ഞാൻ ഈ ശരീരം വിട്ട് പോത്തില്ല. ഈ ഒരു തവണയും കൂടി പോയില്ലെങ്കിൽ ആ ഗുണ്ടകൾ എന്നെ കൊല്ലും. ഞാനെന്താ വേണം? പോത്തില്ല, പോത്തില്ല, പോത്തില്ല. മാറി അങ്ങോട്ട്. അയ്യോ, ഒരു വട്ടം കൂടി എനിക്ക് വേണ്ടി പ്ലീസ് ഒന്നും ഒഴിഞ്ഞു പോകണം. കുറെ നേരം ഞാൻ പോത്തില്ലെന്ന് പറഞ്ഞാൽ പോത്തില്ല. അങ്ങനെ പറയരുത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ ഒരു തവണയും കൂടി ഒന്ന് ഒഴിഞ്ഞു പോകും. കാല് വേണമെങ്കിലും പ്ലീസ് ഒന്നുമില്ല. ഓ, ഇവനെ കൊണ്ട് ശല്യമല്ലേ, മാറി ഇങ്ങോട്ട്. പോത്തില്ലെന്ന് പറഞ്ഞാൽ പോത്തില്ല. കുറെ നേരം ഇനി വളവള സംസാരിച്ചോണ്ടിരിക്കുന്നു. ഈ സംസാരിച്ച നിന്റെ ബോണ്ട അടിക്കാൻ പൊട്ടിക്കും. ചോരയൊക്കെ ഞാൻ വലിച്ചു കുടിക്കും ഞാൻ. അങ്ങനെ പറയരുത്, ഇല്ലെങ്കിൽ ഞാൻ പെറ്റേക്കും. വെറ്റ കീറിയാലും വിറം കീറിയാലും നിനക്ക് മന്ത്രം കൊണ്ടുവന്നതിൽ എനിക്കറിയാം. നീ പോടെ എനിക്ക് ചുമ്മാ. പോത്തില്ല? ഇല്ല. എങ്കിൽ പിന്നെ ഞാൻ ഒരാളെ വെക്കാൻ വന്നേക്കുന്നു. അതാരും ആ വിഷുരൂപം കഴിഞ്ഞ് ഞെട്ടരുത്. ദേ കാണും. ശരി.